കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് മരിച്ച ഭാര്യ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അറസ്റ്റിലായ ഭർത്താവ് യാസറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ വൈകുന്നേരം 6:45 ശേഷമാണ് നാടിനു നടുക്കിയ ആ കൊലപാതകം. നോമ്പു തുറന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് യാസർ ഭാര്യ ഷിബിലയെ ആക്രമിച്ചത്. മകളെ കത്തികൊണ്ട് കുത്തുന്നത് കണ്ട് തടയുന്നതിനിടയിൽ ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാനും മാതാവ് ഹസീനയ്ക്കും കുത്തേറ്റു. ഇവർ രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. രാവിലെ 11 മണിക്ക് യാസർ ഷിബിലയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. കൊല്ലാനുള്ള ആസൂത്രണത്തോടെയാണ് പിന്നീട് എത്തിയതെന്നും നാട്ടുകാർ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ചെറിയ ഇതിലെ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു മാസത്തോളമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസം. അതിനുശേഷം നിരന്തരമായിട്ട് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവർ സംസാരിച്ചിരുന്നു. പക്ഷേ യഥേഷ്ടമായിട്ട് അത് നിർവേശനം നടന്നില്ല. ഇതിനു മുമ്പ് ഒരു 3 മണിക്കോളം ഇവിടെ വന്നിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നു. പിന്നെ അതിലുണ്ടായ ഒരു പ്രകോപനത്തിന് പുറത്താണ് ഇങ്ങനെ നടന്നത്. കാറിലെത്തിയ യാസർ കൃത്യം നടത്തി തിരികെ പോയതും കാറിലാണ്. എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ രക്ഷപ്പെട്ടു. ഈ CCTV ദൃശ്യമാണ് ആദ്യം പുറത്തുവന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ഈ കാർ നാട്ടുകാർ കണ്ടു. പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. താമരശ്ശേരി CI സായുജ് കുമാർ എന്നിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നും യാസറിനെ കസ്റ്റഡിയിലെടുത്തു. യാസർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു താമരശ്ശേരിയിൽ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട് കൊലപ്പെടുത്തിയ ആഷിഖിനൊപ്പം യാസർ നിൽക്കുന്ന ചിത്രം. കസ്റ്റഡിയിലെടുത്ത യാസറിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കൊലയുടെ കാരണം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് താമരശ്ശേരി പോലീസിന്. 24 കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്. അഭി, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് യാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ കൂടിയുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഷിബിലയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. 9 മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതി യാസിറിനെ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇയാളെ ഇന്നലെ തന്നെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് യാസിറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന, എന്താണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇത്രയും വലിയൊരു കൊലപാതകത്തിലേക്ക്, ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ യാസർ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഏതായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. നോമ്പ് തുറക്കുകയായിരുന്നു ഷിബില. അതിനിടയിലാണ് ഭർത്താവ് യാസിർ വീട്ടിലേക്ക് എത്തുകയും ആദ്യം ഷിബിലയെ വെട്ടി വീഴ്ത്തുകയും ചെയ്യുന്നത്. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷിബിലയുടെ അച്ഛനും അമ്മയ്ക്കും പരിക്ക് പറ്റുന്നത്. ശേഷം 3 പേരെയും ഗുരുതരാവസ്ഥയിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ഷിബിലയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ മറ്റു 2 പേർ, അതായത് ഷിബിലയുടെ അച്ഛനും അമ്മയും വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന, ഈ യാസറിൻ്റെ അതിക്രമത്തെക്കുറിച്ച്, ഉപദ്രവങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഷിബില ഒരു പരാതി താമരശ്ശേരി പോലീസിൽ നൽകിയിരുന്നു, താമരശ്ശേരി SHOയ്ക്ക് നൽകിയിരുന്നു. നിരന്തരം തന്നെ ആക്രമിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളാണ് യാസിർ. പലപ്പോഴും സംശയം പ്രകടിപ്പിച്ച് തന്നെ തെറിവിളിച്ചിരുന്നു. ആക്രമണങ്ങൾ തനിക്ക് നേരെ നടത്തിയിരുന്നു. തന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി യാസിർ ഓടിച്ചു വിടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ വാടക വീട്ടിൽ നിന്ന് താൻ കക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ ഇടവന്നത്. തൻ്റെയും മകളുടെയും ഡ്രസ്സ് പോലും എടുക്കാൻ യാസിർ അനുവദിച്ചിരുന്നില്ല. വീട്ടിലേക്ക് എത്തിയ ശേഷം ഇങ്ങനെയൊരു പരാതി SHOയ്ക്ക് ഈ ഷിബില നൽകിയിരുന്നു. പക്ഷേ അതിലെന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. അതിനുശേഷം ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിരന്തരം ഇത്തരത്തിൽ ഷിബിലയ്ക്ക് ആക്രമണം നേരിടേണ്ടി വന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു ഈ യാസിർ എന്ന് ഈ പരാതിയിൽ ഷിബില പറയുന്നുണ്ട്. അങ്ങനെ ലഹരി ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നു. തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുകയും അത് പണയം വയ്ക്കുകയും ചെയ്യുന്നു. തൻ്റെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നു. അത് ധൂർത്തടിച്ച് കളയുന്നു. ഇങ്ങനെ വളരെ വളരെ പൈശാചികമായ ആക്രമണങ്ങൾ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഷിബിലയുടെ പരാതി
പോലീസ് മുഖവിലക്കെടുത്തോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം എന്തെങ്കിലും നടപടി, എന്തെങ്കിലും ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടാകുമായിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയാണ്. ഏതായാലും യാസറിൻ്റെ അറസ്റ്റ് ഇന്നത്തോടുകൂടി രേഖപ്പെടുത്തും. മദ്യലഹരിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസലഹരിക്ക് അടിമപ്പെട്ടാണോ ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് യാസർ കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഈ യാസറിൻ്റെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്.